കാണാം ദസറ കരുതാം ഭൂമിയെ എന്ന സന്ദേശവുമായി ഒക്ടോബർ 4 മുതൽ 12 വരെ നടക്കുന്ന ദസറയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ കണ്ണൂർ കലക്ട്രേറ്റ് മൈതാനിയിൽ മെഗാ ശുചീകരണ പ്രവൃത്തി നടന്നു. ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ IAS ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 31 വരെയുള്ള നവകേരളം എന്നുള്ളൊരു കൺമുഖത്തിലേക്ക് കിടക്കുന്ന സമയം കൂടിയാണ്. അതുകൂടെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ശുദ്ധ സേവന ക്യാമ്പയിനും നമ്മൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ന് കലക്ട്രേറ്റ് മൈതാനിൽ കോർപ്പറേഷൻ ഏരിയയിലെ മെഗാ ക്ലീനിങ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ എൻ്റെ കൂടിയുള്ള ജനങ്ങളോട് തന്നെ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ചുറ്റുവട്ടത്തിൽ പല രീതിയിലുള്ള വേസ്റ്റ് പോകും. ഈ വേസ്റ്റ് എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ആലോചിച്ച് നമ്മളെപ്പോലുള്ള ജനങ്ങൾ തന്നെ കൊണ്ടുവന്നിരുന്ന വേസ്റ്റ് ക്ലീനിങ് ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സഹോദരന്മാർക്കറിയാം, അല്ലെങ്കിൽ സഹോദരന്മാർക്കറിയാം ഈ കാര്യത്തിൽ എത്ര ക്ലീൻ ചെയ്യാൻ പിറ്റേ ദിവസം അവിടെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു മനോഭാവം മാറ്റം നമുക്ക് വേണമെന്നുള്ളതാണ് ഏറ്റവും എത്രയൊക്കെ ബോധവൽക്കരണം നൽകിയിട്ടും പൊതു ഇടങ്ങളിൽ മാലിന്യം ഉപേക്ഷിക്കുന്നതിൽ നിന്നും നമ്മൾ പിറകോട്ട് പോയിട്ടില്ല. ബോധവൽക്കരണം മാത്രമല്ല, നാടും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ ഓരോരുത്തരും ശ്രദ്ധ പുലർത്തേണ്ടതുണ്ടെന്നും ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു. മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് ബാബു എളിയാവൂർ, ഷാഹിന മൊയ്തീൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP രാജേഷ്, കൌൺസിലർമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഹരിതകർമ്മ സേനാ അംഗങ്ങളും നിരവധി നാട്ടുകാരും കലക്ട്രേറ്റ് മൈതാന ശുചീകരണത്തിൽ പങ്കാളികളായി. കോർപ്പറേഷൻ ശുചീകരണ പ്രവർത്തനത്തിൽ പരമാവധി ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്നും അത് വിജയിപ്പിക്കുവാൻ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നുമുള്ള സഹകരണം ഉണ്ടാവണമെന്നും പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുടെ മേൽ മനുഷ്യൻ കൈവച്ചതിന്റെ ഫലമായി കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണെന്നും മേയർ മുസ്ലിം മഠത്തിലും പറഞ്ഞു. ഇവിടെ കണ്ണൂർ കോർപ്പറേഷൻ ഒരു ദസറ വലിയ ഒരു ആഘോഷം നടത്തുമ്പോൾ അതിന് പിന്നാലെ വെച്ച സന്ദേശം കഴിഞ്ഞ 2 വർഷവും വ്യത്യസ്തങ്ങളായ സന്ദേശങ്ങൾ, ഒന്ന് മാലിന്യത്തെക്കുറിച്ചും രണ്ടാമത് ലഹരിയെക്കുറിച്ചുമായിരുന്നു. ഇത്തവണ പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, പ്രകൃതിയുടെ മേൽ മനുഷ്യൻ കൈവച്ചതിൻ്റെ ഫലമായി ഇന്ന് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന കേരളം പ്രകൃതി ദുരന്തങ്ങളുടെ നാടായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെയാണ് മനുഷ്യൻ പ്രകൃതിയുടെ മേൽ കൈവച്ചതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് അത്തരം സന്ദേശങ്ങൾ, പ്രകൃതിയെ നമ്മൾ കരുതേണ്ടതാണ്, കാക്കേണ്ടതാണ് എന്നുള്ള വലിയ സന്ദേശം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ നമ്മുടെ ദസറ പരിപാടി നടത്തുന്നത്. ഈ രീതിയിൽ ഒരു വലിയ സന്ദേശവുമായി ജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കും, പ്രകൃതി ദുരന്തങ്ങളെ നമുക്ക് പരമാവധി നിയന്ത്രിക്കാനും സാധിക്കും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതുപോലെ കണ്ണൂരിലെ ജനങ്ങൾ ഇത് ആഘോഷിക്കുകയാണ്. കണ്ണൂർ ദസറ ഉണ്ടാകുമോ ഇല്ലയോ എന്ന ഒരു സന്ദേഹം ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ തന്നെ ആളുകൾ പ്രകടിപ്പിച്ചു തുടങ്ങാറുണ്ട്. ഇത്തവണ നമുക്കുണ്ടായ ഒരു ഫീൽ അതാണ്. അതിനെല്ലാം മാറ്റി, മഴമേഘങ്ങളെല്ലാം മാറി, മനുഷ്യൻ്റെ പ്രയാസങ്ങളും ദുഃഖങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ ആഹ്ലാദിക്കാനും ആസ്വദിക്കാനും 9 ദിനരാത്രങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതാണ് കണ്ണൂരിലെ പൗരാവലിക്ക്, കണ്ണൂർ ജില്ലയ്ക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും മഹത്തായ സന്ദേശം. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.